എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 39ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കഥ നിർത്തിയത് സഗരന് യജ്ഞം ചെയ്യാനുള്ള മോഹമുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ്. ഇനി യജ്ഞത്തിനുള്ള പുറപ്പാടുകൾ, അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ആരംഭിക്കുന്നത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. വിശ്വാമിത്രവച ശ്രുത്വാ കഥാന്തേ രഘുനന്ദന ഉവാച പരമപ്രീതോ മുനിം ദീപ്തമിവാനലം. കഥാന്തേ, കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിക്കിൽ കൊണ്ട് നിർത്തിയില്ലോ, അതാണ് കഥാന്ത്യത്തിൽ. ഇങ്ങനെ സഗരൻ യാഗം ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കഥ അവസാനിപ്പിച്ചപ്പോൾ രഘുനന്ദന കഥാന്തേ വിശ്വാമിത്രവച ശ്രുത്വാ രഘുനന്ദന, കഥയുടെ അവസാനം, അതായത് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ വിശ്വാമിത്രൻ്റെ വാക്കുകൾ, കഥാരൂപത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട് രഘുനന്ദനായിട്ടുള്ള ശ്രീരാമൻ പരമപ്രീത, വളരെ സന്തുഷ്ടനായിട്ട് എന്തു ചെയ്തു? ദീപ്തം അനലം ഇവ ദീപ്തം മുനിം ഉവാച, അഗ്നിയെപ്പോലെ തേജോമയനായിരിക്കുന്ന ആ വിശ്വാമിത്ര മഹർഷിയോട് ഇപ്രകാരം വീണ്ടും പറഞ്ഞു. കഥയ്ക്ക് ഓരോ സർഗം തീരുമ്പോൾ ഒരു ചെറിയ വിരാമം, ഒരു അർദ്ധവിരാമം ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും കഥ പറഞ്ഞു തുടങ്ങുകയാണ്. വാൽമീകി മഹർഷി പറയാണ്, എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗം തീർന്നപ്പോൾ വീണ്ടും ശ്രീരാമൻ വിശ്വാമിത്രനോട് ബാക്കി കഥകൾ പറയാൻ പറഞ്ഞു. അതാണ് ആ കഥയുടെ തുടർച്ച. ഓരോ സർഗങ്ങൾ തീരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ അഗ്നിയെ പോലെ ശോഭിക്കുന്നവനായ ആ വിശ്വാമിത്ര മഹർഷിയോട് കഥ തുടരണം എന്ന് ആവശ്യപ്പെടുകയാണ് ശ്രീരാമൻ. അതാണ് അടുത്ത ശ്ലോകത്തിൽ 2ാമത്തെ ശ്ലോകം നോക്കാം. ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമിമാം പൂർവജോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വൈ സമുപാഹരത്. എനിക്ക് ഇങ്ങനെ കഥ ചുരുക്കി കേട്ടാൽ പോരാ. അതായത് സഗരൻ യാഗം ചെയ്യാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തരുത്, അതും വിസ്തരിച്ചു പറയണം. ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ ഇമാം കഥാം, അങ്ങയ്ക്ക് മംഗളം ഉണ്ടാവട്ടെ. നന്നായിട്ട് കഥ പറഞ്ഞു തരുന്നുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ, അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അങ്ങ് വിസ്തരിച്ച് ഈ കഥ ഒന്നുകൂടി പറഞ്ഞു തരണം. അതായത് തുടർച്ചയായിട്ട് ഇനി പറയാൻ പോണ കഥ നന്നായി വിസ്തരിച്ച് തന്നെ പറയണം. വിസ്തരേണ ഇമാം കഥാം ശ്രോതും ഇച്ഛാമി, വിസ്തരിച്ച് ഈ കഥ കേൾക്കണമെന്നുണ്ട്. എന്താണ് കഥ? എന്തിനെ പറ്റിയിട്ടാണ് ചോദിക്കണത്? പൂർവജോ മേ കഥം ബ്രഹ്മൻ, ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മർഷേ, മേ പൂർവജ, എൻ്റെ മുൻഗാമി, പൂർവജൻ എന്നേക്കാളും മുതിർന്ന എൻ്റെ മുൻഗാമി എന്നുള്ളത് കൊണ്ട് ഇവിടെ സഗരനെയാണ് ഉദ്ദേശിക്കുന്നത്. അയോധ്യാധിപതിയാണെന്നൊക്കെ പറയുമ്പോൾ ആ വംശത്തിലെ തന്നെ വളരെ പൂർവികനായിട്ടുള്ള രാജാവാണല്ലോ സഗരൻ, അതുകൊണ്ടാണ് പൂർവജൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം എങ്ങനെയാണ് യജ്ഞം കഥം സമുപാഹരത്, എങ്ങനെയാണ് യജ്ഞം ചെയ്ത് തീർത്തത്, അല്ലെങ്കിൽ യജ്ഞം ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് വിസ്തരിച്ച് എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തരൂ, ചുരുക്കാതെ തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാക്കി തരൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ വിശ്വാമിത്രന് ഒന്നുകൂടിയും ഉത്സാഹം കൂടി. തസ്യ തദ്വചനം ശ്രുത്വാ കൗതൂഹല സമന്വിത വിശ്വാമിത്രസ്തു കാകുത്സ്ഥമുവാച പ്രഹസന്നിവ. തസ്യ തദ്വചനം ശ്രുത്വ, ശ്രീരാമൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട്, വളരെ ആകാംക്ഷയോടുകൂടി പറയണത്, അതായത് ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ ആൾക്കാരുണ്ടാകുമ്പോഴാണല്ലോ കഥകളൊക്കെ പറയാൻ നല്ല സുഖമുള്ളത്. അപ്പോൾ ആ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീരാമനോട് വിശ്വാമിത്രൻ പിന്നെയും പറയാൻ തുടങ്ങുകയാണ്. അതാണ് കൗതൂഹല സമന്വിത വിശ്വാമിത്ര, വളരെ കൗതൂഹലത്തോടുകൂടി, കൗതൂഹലം എന്നുള്ളത് കഥ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആകാംക്ഷ, താല്പര്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ കൗതൂഹലത്തോടു കൂടിയവനായിട്ടുള്ള വിശ്വാമിത്രൻ പ്രഹസന്നിവ, ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, ആ ആഗ്രഹത്തിനെ അനുമോദിച്ചുകൊണ്ട്, ശ്രീരാമൻ്റെ മോഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കാകുത്സ്ഥം ഉവാച, കാകുത്സ്ഥൻ ശ്രീരാമൻ, കാകുത്സ്ഥൻ എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വംശത്തിൽ പിറന്നവൻ കാകുത്സ്ഥൻ ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു. 4ാമത്തെ ശ്ലോകം നോക്കാം. ശ്രൂയതാം വിസ്തരോ രാമ സഗരസ്യ മഹാത്മന ശങ്കരശ്വശുരോ നാംനാ ഹിമവാനചലോത്തമ. അടുത്ത 2 വരിയും കൂടിയും, അതായത് 5ാമത്തെ ശ്ലോകം 3 വരിയുണ്ട്, അതും കൂടി കൂട്ടി ചൊല്ലിയാൽ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. ഇന്ദ്രദത്തവര ശ്രീമാനദ്രിരാജോഭിഷേചിത
വിന്ധ്യപർവതമാസാദ്യ നിരീക്ഷേത പരസ്പരം തയോർമധ്യേ സമഭവദ്യജ്ഞഃ സ പുരുഷോത്തമ. ശ്രൂയതാം വിസ്തരോ രാമ. ഹേ രാമ, വിസ്തരം ശ്രൂയതാം. വിസ്തരഃ ശ്രൂയതാം. വിസ്തരിച്ച് തന്നെ കേട്ടോളൂ. ഞാൻ ഈ കഥ വളരെ വിസ്തരിച്ച് തന്നെയാണ് പറയാൻ പോണത്. സഗരസ്യ മഹാത്മനഃ വിസ്തരഃ ശ്രൂയതാം. ആ മഹാരാജാവായിട്ടുള്ള സഗരന്റെ കഥ വിസ്തരിച്ച് കേട്ടാലും. അപ്പോൾ എവിടെയാണ് യാഗം ചെയ്തതെന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോണത്. ശങ്കരശ്വശുരോ നാംന ഹിമവാൻ അചലോത്തമ. വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു പർവ്വതം ഉണ്ടല്ലോ, ശങ്കരശ്വശുരനായിട്ടുള്ള ശങ്കരൻ്റെ ശ്വശുരൻ, ശങ്കരൻ മഹാദേവൻ്റെ ശ്വശുരൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛനായിട്ടുള്ള ഹിമവാൻ എന്ന പേരുള്ള ശങ്കരശ്വശുരനായിട്ടുള്ളൊരു അചലോത്തമൻ ഈ ഭാരതഭൂമിയിൽ ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഇന്ദ്രദത്തവര. അചലോത്തമൻ എന്ന് പറഞ്ഞാൽ പർവ്വതശ്രേഷ്ഠൻ. ഇന്ദ്രദത്തവര എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാൽ വരം നൽകപ്പെട്ടവനായിട്ടുള്ള, അങ്ങനെ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു അദ്രിരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ഹിമവാൻ ഇതി നാംന. ഹിമവാൻ എന്നു പേരുള്ള ഒരു പർവ്വതം നമ്മുടെ വടക്ക് ഭാഗത്തുണ്ടല്ലോ. ആ പർവ്വതവും പിന്നെ കുറച്ച് തെക്കോട്ട് മാറിയിട്ട് വേറൊരു പർവ്വതമുണ്ട്, വിന്ധ്യപർവ്വതം. വിന്ധ്യപർവ്വതമാസാദ്യ നിരീക്ഷേത പരസ്പരം. അതായത് ഈ ഹിമവാനും അതുപോലെ വിന്ധ്യപർവ്വതവും പരസ്പരം നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം, അവിടെയാണ് യാഗം ഉണ്ടായതെന്നാണ് പറയാൻ പോണത്. അതാണ് ഇന്ദ്രദത്തവര ശ്രീമാൻ അദ്രിരാജോഭിഷേചിത വിന്ധ്യപർവ്വതമാസാദ്യ നിരീക്ഷേത പരസ്പരം. എവിടെയാണോ, ഏതൊരു ഭാഗത്താണോ ഹിമാലയവും വിന്ധ്യപർവ്വതവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണത്, അതിൻ്റെ നടുക്കുള്ള ഭാഗം, അതായത് ആ രണ്ട് പർവ്വതത്തിൻ്റെയും ഇടയിലുള്ളതായ വളരെ പുണ്യമായിട്ടുള്ളൊരു ഭൂപ്രദേശം, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് യാഗം ചെയ്യാൻ ആരംഭിച്ചത്. തയോർമധ്യേ സമഭവത് യജ്ഞ സ പുരുഷോത്തമ. അല്ലയോ പുരുഷോത്തമ, സ യജ്ഞ. ആ സഗരം മഹാരാജാവ് ചെയ്യാൻ പുറപ്പെട്ടതായ യജ്ഞം നടന്ന സ്ഥലം തയോർമധ്യേ സമഭവത്. തയോഹോ നാമ ഹിമവതഃ വിന്ധ്യാചലസ്യ ച. അതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത്ത്, അതായത് രണ്ടുപേരും ഇങ്ങനെ രണ്ട് സമാന്തര രേഖകളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ളതായ വലിയൊരു ഭൂപ്രദേശം, അവിടെ വച്ചിട്ടാണ് യാഗം ചെയ്യാൻ, അല്ലെങ്കിൽ യജ്ഞസ്ഥലം അവിടെയാണ് എന്നാണ് സഗരൻ തീരുമാനിച്ചത്. എന്നിട്ട് അവിടെ എന്തുകൊണ്ടാണ് യജ്ഞസ്ഥലമായിട്ട് കണക്കാക്കിയതെന്ന് പറയാണ് 6ാമത്തെ ശ്ലോകത്തിൽ. സഹിദേശോ നരവ്യാഘ്ര പ്രശസ്തോ യജ്ഞകർമ്മണി തസ്യ അശ്വചര്യാം കാകുത്സ്ഥ ദൃഢധന്വാ മഹാരഥ. അപ്പോൾ അത് അടുത്ത ശ്ലോകത്തിലേക്കാണ് അതിൻ്റെ 2ാമത്തെ വരി നിൽക്കുന്നത്. അർത്ഥം പറയാം. സഹിദേശോ നരവ്യാഘ്ര പ്രശസ്ത. അല്ലയോ നരവ്യാഘ്ര, പുരുഷോത്തമ ശ്രീരാമ, സഹിദേശ പ്രശസ്ത. ആ ദേശം വളരെ പ്രശസ്തമാണ്. ഏത് കർമ്മം കൊണ്ട്? യജ്ഞകർമ്മണി പ്രശസ്ത. യജ്ഞകർമ്മം ചെയ്തിട്ട് ആ പ്രദേശം വളരെ പ്രശസ്തമാണ്. അതായത് രാജാക്കന്മാരൊക്കെ യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണ് ഈ വിന്ധ്യൻ്റെയും ഹിമവാന്റെയും ഇടയിലുള്ളതായ ആ ഭൂപ്രദേശം. അതുകൊണ്ട് ആ ദേശത്ത് വച്ച് തന്നെ യാഗം ചെയ്യാം എന്ന് സഗര മഹാരാജാവും തീരുമാനിച്ചു. അത് ആ യജ്ഞത്തിൽ അശ്വമേധയാഗം ആവണം. അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. അതാണ് അടുത്ത വരിയിൽ പറയണത്. തസ്യ അശ്വചര്യാം കാകുത്സ്ഥ. അല്ലയോ കാകുത്സ്ഥ, ആ യാഗത്തിൽ ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയുടെ സംരക്ഷണ ചുമതല, അതാണ് അശ്വചര്യാം. ആ കുതിരയെ സംരക്ഷിക്കുന്ന ചുമതല ദൃഢധന്വാ മഹായശ എന്നും ദൃഢധന്വാ മഹാരഥ എന്നും കാണാനുണ്ട്. വളരെ വില്ലാളി വീരനായ മിടുക്കനായിട്ടുള്ള ആരാണ് ഏറ്റെടുത്തത്? അത് അടുത്ത ശ്ലോകത്തിലാണ്, 7ാമത്തെ ശ്ലോകത്തിൽ. അംശുമാനകരോത്താത സഗരസ്യ മതേ സ്ഥിത. സഗരസ്യ മതേ സ്ഥിത അംശുമാൻ അകരോത്. അല്ലയോ ശ്രീരാമചന്ദ്ര, ആ ഒരു പ്രവൃത്തി ഏറ്റെടുത്തത് കുതിരയെ സംരക്ഷിക്കുക, ഈ യാഗത്തിന് വേണ്ടിയിട്ടുള്ള യാഗാശ്വത്തെ കാത്തുരക്ഷിക്കുക എന്നുള്ള കർമ്മം ഈ സഗരൻ്റെ പുത്രനായിട്ടുള്ള അംശുമാനാണ് നിർവഹിച്ചത്. സഗരൻ്റെ പുത്രനാണ് അസമഞ്ജൻ. അസമഞ്ജൻ അവിടെ ഇല്ലല്ലോ, അസമഞ്ജനെ നാട് കടത്തി ചീത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അസമഞ്ജൻ്റെ പുത്രനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള അംശുമാൻ ഈ കുതിരയെ സംരക്ഷിക്കുക എന്നുള്ള പ്രവൃത്തി വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു.
ഇനി ഈ ശ്ലോകത്തിൽ ഒരു വരിയും അടുത്ത ശ്ലോകത്തിൽ ഒരു വരിയും കൂടി ചേർന്നാൽ നമ്മൾ ഇന്നത്തെ ഭാഗം തീർക്കുകയാണ്. അതിങ്ങനെ അടുത്തടുത്ത വരികളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. തസ്യ പർവണിതം യജ്ഞം യജമാനസ്യ വാസവ രാക്ഷസീം തനുമാസ്ഥായ യജ്ഞീയാശ്വമപാഹരത് ഹ്രീയമാണേ തുകാകുത്സ്ഥ തസ്മിന്നശ്വേ മഹാത്മന. ഇതാണ് 8ാമത്തെ ശ്ലോകമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിൽ ആദ്യത്തെ വരിയിൽ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. തസ്യ പർവണി തം യജ്ഞം യജമാനസ്യ വാസവ. യജ്ഞം യജമാനസ്യ തസ്യ. യജ്ഞം യജമാനസ്യ എന്ന് പറഞ്ഞാൽ യജ്ഞം വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നവനായ ആ സഗരൻ്റെ കുതിരയെ എന്തു ചെയ്തു? വാസവൻ ഇന്ദ്രൻ രാക്ഷസീം തനുമാസ്ഥായ യജ്ഞീയാം അശ്വം അപാഹരത്. യജ്ഞീയാം എന്നല്ല, യജ്ഞീയാശ്വം അപാഹരത്. വാസവൻ ഒരു രാക്ഷസ വേഷം സ്വീകരിച്ചുകൊണ്ട് വേറൊരു വേഷം മാറി വന്നിട്ട് എന്ത് ചെയ്തു? യജ്ഞീയാശ്വം, യജ്ഞത്തിന് ഉപകാരപ്പെടേണ്ടവനായ, അതായത് യജ്ഞത്തിനായിട്ട് അവിടെ മാറ്റിവെച്ചിരിക്കുന്ന ആ കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. അതാണ് രാക്ഷസീം തനുമാസ്ഥായ. ഇന്ദ്രനായിട്ടല്ല വന്നത്, ഒരു രാക്ഷസന്റെ വേഷം സ്വീകരിച്ചു വന്നിട്ട് യജ്ഞീയാശ്വത്തെ, യാഗാശ്വത്തെ അപാഹരത്, മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ബാക്കി കഥ ഈ ഒരു ശ്ലോകത്തിലാണ് ഇതിൽ കിടക്കണതെങ്കിലും അടുത്ത ദിവസത്തെ ശ്ലോകത്തിൻ്റെ കൂടെ പറയാനേ പറ്റുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ ശ്ലോകങ്ങൾ. ഒന്നുകൂടി ചൊല്ലാം. വിശ്വാമിത്രവച ശ്രുത്വാ കഥാന്തേ രഘുനന്ദന ഉവാച പരമപ്രീതോ മുനിം ദീപ്തമിവാനലം ശ്രോതുമിച്ഛാമി ഭദ്രം തേ വിസ്തരേണ കഥാമിമാം പൂർവജോ മേ കഥം ബ്രഹ്മൻ യജ്ഞം വൈ സമുപാഹരത് തസ്യ തദ്വചനം ശ്രുത്വാ കൗതൂഹലസമന്വിത വിശ്വാമിത്രസ്തു ഗാഗുത്സ്ഥമുവാച പ്രഹസന്നിവ ശ്രൂയതാം വിസ്തരോ രാമ സഗരസ്യ മഹാത്മന ശങ്കരശ്വശുരോ നാംനാ ഹിമവാനചലോത്തമ ഇന്ദ്രദത്തവര ശ്രീമാനദ്രിരാജോഭിഷേചിത വിന്ധ്യപർവതമാസാദ്യ നിരീക്ഷേത പരസ്പരം തയോർമധ്യേ സമഭവദ്യജ്ഞഃ സ പുരുഷോത്തമ സഹിതേശോ നരവ്യാഘ്ര പ്രശസ്തോ യജ്ഞകർമ്മണി തസ്യ അശ്വചര്യാം കാകുത്സ്ഥ ദൃഢധന്വാ മഹായശ അംശുമാനഗരോത്താദ സഗരസ്യ മതേ സ്ഥിത തസ്യ പർവണിതം യജ്ഞം യജമാനസ്യ വാസവ രാക്ഷസീം തനുമാസ്ഥായ യജ്ഞീയാശ്വമപാഹരത്. ഇന്നത്തെ ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.